പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുള്ളത്, എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലതിനെയും നാഥായി നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലതിനെയും നാഥായി നീക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുധർഗനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം വാഴുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലതിനെയും നാഥായി നീക്കും. എന്റെ സഹോദരനെ, ഉൽപ്പത്തി പുസ്തകത്തിലുള്ള വായന 3-ാം അധ്യായം 8 മുതൽ 24 വരെ വാക്യങ്ങൾ. വീട്ടിലാങ്ങിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിന്റെ മരങ്ങൾക്കിടയിൽ വിളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഓടിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നു. അവൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് കൂട്ടിൽ തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാൻ അത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ശിക്ഷയും വാഗ്ദാനവും. ദൈവമായ കർത്താവ് സർപ്പത്തിനോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശക്തിപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ എഴുതി നടക്കും, ജീവിതകാലം മുഴുവൻ നീ കൊടുത്തിരിക്കും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ പുതുകാലിൽ പരിക്കേൽപ്പിക്കും. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരക്ഷകൾ ഞാൻ വർദ്ധിപ്പിക്കും. നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷം ഉണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്കുകേട്ട് നിൽക്കുന്നത് കൊണ്ട് നീ മൂലം മണ്ണ് ശക്തിപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്നും കാലയാപനം ചെയ്യും. അത് മുൾച്ചെടികൾ നിനക്കായി മുളപ്പിക്കും, വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്നും എടുക്കപ്പെട്ട നീ മണ്ണിനോട് വീഴുന്നതുവരെ നെറ്റിയിലേക്ക് ഉയർത്തുകൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. ദൈവമായ കർത്താവ് തോൽ കൊണ്ട് ഉടയാടി ഉണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെയായിരിക്കുന്നു. ഇനി അവൻ കൈ നീട്ടി ജീവനെ വൃക്ഷത്തിൽ നിന്നും
കൂടി പറിച്ചിരുന്ന അമൃതനാകാൻ ഇടയാകരുത്. കർത്താവ് അവരെ ഏതെങ്കിലും നിന്നും പുറത്താക്കി മണ്ണിൽ നിന്നും എടുത്ത മനുഷ്യനെ മണ്ണിനോട് മണ്ണിടാനിട്ടു. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ കൃഷിയിലേക്കുള്ള വഴി കാക്കുവാൻ ഏതേ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കേൾക്കുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായി നീക്കും. സിംഹാസനത്തിന്റെ വലതുകൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തക ചുവട് ഞാൻ കണ്ടു. ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുരുൾ നിവർത്തുവാനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കുവാനും അർഹതയുള്ള ആരുണ്ട്? എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്തുവാനോ അതിലേക്ക് നോക്കുവാനോ കഴിയില്ല. ചുരുൾ നിവർത്തുവാനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താഞ്ഞതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ പേരും ആയവൻ വിജയിച്ചിരിക്കുന്നു. അവൻ ചുരുൾ നിവർത്തുവാനും സപ്തമുദ്രകൾ പൊട്ടിക്കുവാനും കഴിയും.
ഹല്ലേലൂയ ഹല്ലേലൂയ സ്നേഹം ചൊരിയും വചനമേ ഹല്ലേലൂയ സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടുകൂടെ ആത്മാവോടുകൂടെ ശുശ്രൂഷാരീശയുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. 1-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലായിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവൻ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നത പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിൽ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന് രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരൻ വൃത്തിയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്തി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. തമ്പുരാൻ കൂടെയുണ്ട്. ഈശോമിശിഹായിലെ സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, മംഗളവാർത്ത 2-ാം ഞായറാഴ്ച ദൈവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മംഗളവാർത്ത എന്നാൽ മംഗളവാർത്തയുടെ ആഴങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് അസ്വസ്ഥപ്പെടുത്തിയ സങ്കടകരമായ ഒരു വാർത്തയാണ്. പരിശുദ്ധാത്മ ദൂത് കേൾക്കുമ്പോൾ, ദൂതനെ കാണുമ്പോൾ അസ്വസ്ഥപ്പെട്ടു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്. യഹൂദ നിയമപ്രകാരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ഒരു സ്ത്രീ ഗർഭിണിയായി കാണപ്പെട്ടാൽ അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. തീർച്ചയായും അത്രമാത്രം ഭീകരമായ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് മംഗളവാർത്തയായി തീരുന്നത്. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കും. വ്യക്തമായ സമയം, വ്യക്തമായ സ്ഥലം, അതിലെ കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളിലിടയിലുള്ള സംശയ നിവാരണങ്ങൾ, ഉറപ്പ്, ഇതെല്ലാം കൊടുക്കുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും. 6-ാം മാസം വെളിപ്പെടുത്തുകയാണ്. എലിസബത്ത് ഗർഭം ധരിച്ച് 6-ാം മാസമാണ് ഈ മംഗളവാർത്ത സംഭവിക്കുകയാണ്. സ്ഥലവും വ്യക്തമാക്കുകയാണ്. നസ്രത്തിൽ. അവിടെ മറിയത്തെ വ്യക്തമായി പരിചയപ്പെടുത്തുന്നുണ്ട്. അവൾ ആരാണ് എന്ന്. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ യുവാവുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയാണ്.
മറിയം. തീർച്ചയായും അവളുടെ അടുത്തേക്ക് ദൈവദൂതൻ ചെല്ലുമ്പോൾ ദൈവദൂതൻ അവളോട് പറയുകയാണ്, കർത്താവ് നിന്നോട് കൂടെ. തീർച്ചയായും ദൈവം കൂടെയുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട്, ദൈവിക സംരക്ഷണം എനിക്കുണ്ട്. എന്ത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള കൃപ ദൈവം കൂടെയുണ്ട് എങ്കിൽ ഉണ്ട് എന്ന് പരിശുദ്ധ അമ്മയെ ബോധ്യപ്പെടുത്തുകയാണ് കർത്താവ് നിന്നോട് കൂടെ എന്ന വാക്കുകളിൽ. ജീവിതത്തിലെപ്പോൾ ഏത് പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവം കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനായിട്ട്, ദൈവിക വഴികൾ തിരഞ്ഞെടുക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും സാധിക്കണം. അതോടൊപ്പം തന്നെ ദൈവം കൂടെ ഉണ്ടാകുമ്പോഴാണ് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുവാനായി സാധിക്കുക. ദൈവം കൂടെയുണ്ട് എന്ന് പറയുന്ന ദൈവദൂതൻ പരിശുദ്ധ അമ്മയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ, പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള കെൽപ്പും അതോടൊപ്പം തന്നെ രക്ഷാകര ചരിത്രത്തിലെ വലിയ ഉത്തരവാദിത്വവും ദൈവം പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുകയാണ്. അവിടെ 4 കാര്യങ്ങൾ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഭാഗത്ത് നിന്ന് കാണുവാനായി സാധിക്കും. പരിശുദ്ധ അമ്മ അസ്വസ്ഥയാകുന്നു. പരിശുദ്ധ അമ്മ ദൂതിനെ കുറിച്ച് ചിന്തിക്കുന്നു. പരിശുദ്ധ അമ്മ ചോദിച്ച് സംശയ നിവാരണം വരുത്തുന്നു. പരിശുദ്ധ അമ്മ ദൈവകൃപയുടെ നിറവിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്നു. തീർച്ചയായും ദൂത് അസ്വസ്ഥപ്പെടുത്തുന്നതായിരുന്നു. ഗർഭം ധരിക്കുക, വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ, അതും എപ്രകാരമാണ് എന്ന് വ്യക്തമല്ല. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാവുന്ന അവസ്ഥ. പരിശുദ്ധ അസ്വസ്ഥയായി എന്ന് തന്നെയാണ് സുവിശേഷം രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ അവൾ ചിന്തിക്കുകയാണ്. തീർച്ചയായും യഹൂദജനം, ഇസ്രായേൽ ജനം കാത്തിരുന്ന ഒരു വലിയ സംഭവമാണ് രക്ഷകൻ. രക്ഷകൻ വരും. രക്ഷകനെ കാത്തിരുന്ന ജനം, പരിശുദ്ധ അമ്മയും രക്ഷകനെ കാത്തിരുന്നവളാണ്. അവൾ ചിന്തിക്കുകയാണ് രക്ഷാകര പദ്ധതിയെ കുറിച്ച്. അതോടൊപ്പം തന്നെ അവൾ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? ദൈവദൂതൻ വ്യക്തമായ മറുപടി കൊടുക്കുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. വ്യക്തമായ ഉത്തരം. അതോടൊപ്പം തന്നെ യേശു ആരാണ് എന്ന് വ്യക്തമാക്കുകയാണ്. വലിയവനാണ്, അത്യുന്നതന്റെ പുത്രനാണ്, പരിശുദ്ധനാണ്. ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അതിന് അവസാനം ഉണ്ടാവുകയില്ല. വ്യക്തമായ ഒരു അവതരണം യേശുവിനെ കുറിച്ച് നൽകുകയാണ്. ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധ അമ്മയെ പോലെ ജീവിത പ്രതിസന്ധികളിൽ ദൈവം കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനായിട്ട് വ്യക്തമായ ബോധ്യത്തോടുകൂടി ദൈവത്തിനോടൊപ്പം സഞ്ചരിക്കുവാനായിട്ട് ദൈവിക പദ്ധതികൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കണം. വ്യക്തമായ ബോധ്യത്തിന്റെ നിറവിൽ, വ്യക്തമായ അടയാളത്തിന്റെ നിറവിൽ അടയാളം കൊടുക്കുകയാണ്. വന്തി എന്ന് പറഞ്ഞിരുന്ന പ്രായം കവിഞ്ഞവളായ എലിസബത്തിന് ഗർഭധാരണം സംഭവിച്ചിരിക്കുന്നു. അവൾക്ക് ഇത് 6ാം മാസമാണ്. വ്യക്തമായ അടയാളം കൊടുക്കുകയാണ്. അതിന്റെ നിറവിൽ പരിശുദ്ധ അമ്മ വ്യക്തമായ ബോധ്യത്തോടും
വ്യക്തമായ വിശ്വാസത്തോടും അറിവോടും കൂടെ സമർപ്പിക്കുകയാണ് തന്നെ ദൈവകരങ്ങളിലേക്ക്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് നമ്മുടെ ജീവിതവും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് ദൈവം രൂപപ്പെടുക. പരിശുദ്ധാത്മ ദൈവകരങ്ങളിലേക്ക് തന്നെ സമർപ്പിച്ചപ്പോൾ ക്രിസ്തു അവളിൽ രൂപപ്പെടുവാനായിട്ട് ആരംഭിച്ചു. ഏത് പ്രതിസന്ധികളിലും ദൈവകരങ്ങളിൽ ഞാൻ സുരക്ഷിതയാണ് എന്ന ബോധ്യത്തിൽ, വിശ്വാസത്തിൽ ദൈവകരങ്ങളിലേക്ക് നാം നമ്മെ തന്നെ കൊടുക്കുമ്പോൾ ദൈവം നമ്മിൽ രൂപപ്പെടും. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ നാം പങ്കുകാരായി ദൈവം കൂടെ ഉണ്ടാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. രക്ഷകനായ വാഗ്ദാനം ചെയ്യപ്പെടുന്നതിനായി ഞങ്ങൾക്ക് പാപമോചനം രക്ഷയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയുടെ വാഗ്ദാനത്തിനായി കൃപാവരം നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷകനായ നീ സ്വീകരിക്കാൻ പ്രവാചകന്മാരിലൂടെ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവേ, അനന്തന്റെ ജീവിതത്തിൽ നിന്നെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാൻ മനുഷ്യനായ അവതരിച്ചായി നിന്റെ ആഗമനം പ്രഘോഷിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമായി ദൈവസ്നേഹ ചൈതന്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സഭകളുടെയും ധർമ്മമായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഞങ്ങളുടെ സഭയുടെ പിതാവും അതിരൂപതാധീക്ഷനുമായ മാതാപേ കർത്താവുമായി ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാമങ്ങളുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാവനം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. തന്റെ വാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴികളെ കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ.
ശക്തി നൽകണമേ. താഴ്ചയേകാം ദൈവമേ, ജീവിതം ബലിയായി എന്നെയും എൻ സർവ്വവും നിൻ തിരുബലിയിൽ ഹൃദയതാളമതേകിടാം ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ വിഹിതം പോലെ. ഈ അമ്പലത്തോടും വീടിനോടും നമ്മുടെ കാഴ്ചകളോടും ദൈവകാരനിലേക്ക് നമ്മുടെ യോഗങ്ങളും ആവശ്യങ്ങളും സമർപ്പിക്കാം. ദൈവമേ അപേക്ഷിക്കാം. അങ്ങയുടെ ആദ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ ജനമായ മനസ്സിലാക്കാൻ ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള
പ്രിയ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെ നാഥനായ ദൈവം തന്റെ വീഴ്ച നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരത്താകുന്ന ശരീരത്താകുന്ന
ഞങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരമായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാം ഇതിൽ വാങ്ങി പാനം ചെയ്യുവിൻ. ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ജീവനുമെൻ
ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ എന്നിൽ കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാം എൻ്റെ അപരാധങ്ങൾ സദയം നാഥ പൊറുക്കേണമേ. അറിയുന്നു ഞാനെൻ പാപങ്ങൾ, കാണുന്നു ഞാനവയിൻ മുന്നിൽ. അറിയുന്നു ഞാനെൻ പാപങ്ങൾ, കാണുന്നു ഞാനവയിൻ മുന്നിൽ. നിൻ തിരുകൽപ്പന ഞാൻ ലംഘിച്ചു, തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. നാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അവിരാമം ഞങ്ങൾ പാടാം ആരാധന, 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 ആരാധന.
ഞാൻ ചോദിച്ച എല്ലാം എനിക്ക് ലഭിക്കും എന്ന ഒരു വിശ്വാസത്തോടു കൂടി അവരെ വിളിച്ചപേക്ഷിക്കാം. സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിന് വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിലെ അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവിശ്വസിക്കാനുള്ള കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായുടെ ശരീരവും ഈശോയും ഞാനും ഒന്നായി ചേരും ആത്മാവിനാനന്ദമീ വേളയാ. എന്നുള്ളിൽ വാഴുന്ന ജീവന്റെ നാഥനെ അപ്പത്തിൻ രൂപത്തിൽ വന്നിടണേ. ഈശോയും ഞാനും ഒന്നായി ചേരും ആത്മാവിനാനന്ദമീ വേളയാ. എന്നുള്ളിൽ വാഴുന്ന ജീവന്റെ നാഥനെ അപ്പത്തിൻ രൂപത്തിൽ വന്നിടണേ. കാരുണ്യരൂപനെ സ്നേഹത്തിൻ ജീവനെ ഹൃദയത്തിനാനന്ദമായി നീ വരൂ. വാവായൻ ഈശോയെ എന്നിലൊന്നാകണേ, മമ ജീവന്റെ ആത്മാവിൽ നീ. വാവായൻ സ്നേഹമേ വൃത്തിയിലുൾ ചേരണേ, തവ സ്നേഹത്തിൻ രൂപത്തിൽ നീ. വാവായൻ ഈശോയെ എന്നിലൊന്നാകണേ, മമ ജീവന്റെ ആത്മാവിൽ നീ. വാവായൻ സ്നേഹമേ വൃത്തിയിലുൾ ചേരണേ, തവ സ്നേഹത്തിൻ രൂപത്തിൽ നീ.
ജീവന്റെ ആധാരമാ അകതാരിലെ ആനന്ദമായി തീരുവാൻ ആത്മാവിനെ അൾത്താരയിൽ ഈശോയെ ഞാൻ നിന്നിൽ കാത്തിരിക്കൂ ആശ്വാസമാ ആനന്ദമാ ജീവന്റെ നാഥനായി പൊന്നീശോയെ വാവായെന്നീശോയെ എന്നിലൊന്നാകണേ മമ ജീവന്റെ ആത്മാവിൽ നീ വാവായൻ സ്നേഹമേ കൃത്തിരുൾ ചേരണേ തവ സ്നേഹത്തിൻ രൂപത്തിൽ നീ അറിയിപ്പുകൾ. കഴിഞ്ഞ ക്രിസ്തുമത കാഴ്ച 7,551 രൂപ, ഹിന്ദി കുർബാന 8,234 രൂപ, മാതൃസംഘ കാഴ്ച സമർപ്പണം 340 രൂപ, ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾ അധ്യാപകർ 1,072 രൂപ, സെന്റ് സെബാസ്റ്റ്യൻ കുടുംബീട്ടിലെ മാസവരി 2,450 രൂപ. സെമിനാരി കലർപ്പാണ് ആരംഭിച്ചിരിക്കുന്നത്. 70 കലറുകളാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കലറിന് വേണ്ടി വരുന്ന തുക 30,000 രൂപയാണ്. ചുരുക്കത്തിൽ 21 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ആരംഭിച്ചിരിക്കുക. സെമിനാരിയിൽ പോയി നിർമ്മാണമൊക്കെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുവാനോ നിത്യതയിലേക്ക് യാത്ര ചെയ്യുവാനുള്ള സ്ഥലമാണ്. സാധിക്കുന്ന എല്ലാവരും സാധിക്കുന്ന രീതിയിൽ സഹകരിക്കുന്നതിന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മുമ്പ് അറിയിച്ചതുപോലെ 10,000 രൂപ വീതം ഓരോ കുടുംബവും നൽകേണ്ടതാണ്. ഇനി നൽകാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം നൽകുന്നതിന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളി പണിയണം, പള്ളിയുടെ ചുറ്റും വഴിയുണ്ടാകണം, സെമിത്തേരിയിലെ പുറകുവശം വഴിയായി മാറുകയും ചെയ്യണം. അപ്പോൾ അതിനുള്ള ആവശ്യമാണ് പണി നടക്കുക. നിങ്ങൾ പണിക്ക് നടക്കുന്ന സ്ഥലത്തൊക്കെ പോയി സഞ്ചരിക്കുന്നതും അതോടൊപ്പം തന്നെ പണി പൂർത്തീകരിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി എന്തെങ്കിലുമൊക്കെ തരുന്നതും പ്രോത്സാഹനജനമാണ് തരുന്നതെന്ന് അഭ്യർത്ഥിക്കുന്നു. സെൻറ് ജോസഫ് കുടുംബ യൂണിറ്റ് ഇന്ന് 4 മണിക്ക് പാലത്തലയ്ക്ക് അനിൽ ജോസ് ബേബിയുടെ വസതിയിൽ വെച്ച്, സെൻറ് മേരീസ് കുടുംബ യൂണിറ്റ് 5 മണിക്ക് ആരാധ്യഭവൻ സി തോമസിന്റെ വസതിയിൽ വെച്ച് സമ്മേളിക്കുന്നു. ഈ കുർബാനയ്ക്ക് ശേഷം സംഘ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഡിസംബർ മാസമാണ്. നക്ഷത്രങ്ങൾ തൂക്കി ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കുടുംബത്തിലെ ഓരോ അംഗവും ഓരോ ദിവസവും 1 രൂപ വീതം ഉദ്ദേശിക്കായിട്ട് മാറ്റിവെക്കുക. 2025 ഇടവക മാസവരി നൽകി തീർക്കാത്തവർ എല്ലാവരും നൽകി തീർക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പുതുവർഷത്തിൽ പ്രവേശിക്കുമ്പോൾ കുരിശികളില്ലാതെ പ്രവേശിക്കുവാനായിട്ട് താല്പര്യപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആണ്ടുചാത്ത വരവ് 37,500 രൂപ, ശിലവും 39,000 രൂപ, 300 പേരുടെ ഭക്ഷണം 130 രൂപ, പള്ളിയിൽ നിന്ന് നഷ്ടനിക്കറിയത് 1,500 രൂപ. അതോടൊപ്പം തന്നെ 5 വർഷ പ്രൊജക്റ്റിൽ പള്ളി നിർമ്മാണം നമ്മൾ വിഭാവനം ചെയ്യുകയാണ്. ഉടൻ തന്നെ സ്ലാബ് തിരിച്ച് നമ്മുടെ ഭവനങ്ങളിലെ എത്തിച്ചേരണം. പള്ളി നിർമ്മാണം തീർച്ചയായും നമുക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ പൂർവികർ, നമ്മുടെ വരുന്ന തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ്. മനോഹരമായ കിഴക്കും പല പള്ളി പള്ളി നമ്മൾ സന്ദർശിച്ചു. അതിന് മേച്ചിരി ഗണപതി തിരുനാളുകൾ തീർച്ചയായും പങ്കെടുത്തതാണ്. വളരെ മനോഹരമായിട്ട് പലതും കിഴക്കമ്പലം വിചാരിച്ചിരുന്നു. എല്ലാവർക്കും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ഇടവക്കാർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വപ്നം കാണണം. നമ്മുടെ കുടുംബത്തിനും സാധിക്കുന്ന തുക ഒരു വർഷം ഇത്ര രൂപ, ഒരു 5 വർഷ പദ്ധതിയിലേക്ക് എത്ര രൂപ എനിക്ക് നൽകുവാനായി സാധിക്കും എന്ന് ചിന്തിക്കണം. ഒരിക്കൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു യുവാവ്, വാടകയിൽ താമസിക്കുന്ന യുവാവാണ്, എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ 1 ലക്ഷം രൂപയുടെ ഒരു ലഘു നിക്ഷേപത്തിൽ ചേർന്നിരുന്നു, ചിട്ടിയിൽ ചേർന്നിരുന്നു.
അത് പള്ളിപ്പണിക്ക് വേണ്ടി കൊടുക്കാമെന്നാണ് ചിന്തയോടുകൂടിയാണ് നിയോഗം ഇട്ടത്. അച്ഛൻ പ്രത്യേകമായിട്ടൊന്നും പറയാത്തതുകൊണ്ട് അതിനെ വിളിച്ചെടുത്തു. ഇനി അടുത്ത ചികിത്സയായിരുന്നു നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിഭാവനം ചെയ്ത് നല്ലൊരു പള്ളി പണിയുമെന്ന ചിന്തയോടുകൂടി എത്രമാത്രം എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന ചിന്തയോടുകൂടി അങ്ങനെ തുകയും ചിന്തിക്കണം. നമുക്ക് 5 വർഷത്തെ പദ്ധതി രൂപീകരിക്കണമെന്ന് മനസ്സിലുണ്ടാകാനും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഭാവാന്യവുമേ സുതരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ ഘടകങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിനെയും നാഥായനേക്കും ഈശ്വരത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുതരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും.